സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള അധ്യായം ലോകത്തിൻ്റെ നെറുകയിൽ. ഈ ഒരു അധ്യായത്തിൽ നിന്നുമുള്ള എക്സാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളും ഉൾപ്പെടെയാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അധ്യായമാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. പാമീർ പർവ്വതക്കെട്ട്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങൾ അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി എത്ര മീറ്ററിന് മുകളിലാണ്? 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങളാണ് പർവ്വതങ്ങൾ. പർവ്വതങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭൂവിഭാഗങ്ങളാണ്. ശിലാപാളികൾ മടങ്ങി ഉയർന്നു രൂപപ്പെടുന്ന പർവ്വതങ്ങൾ. ശിലാപാളികൾ മടങ്ങി ഉയർന്നു രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് മടക്കു പർവ്വതങ്ങൾ. ശിലാപാളികൾ മടങ്ങി ഉയർന്ന് രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് മടക്കു പർവ്വതങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ മടക്കു പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ മടക്കു പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയം ഒരു മടക്കു പർവ്വതനിരയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ മടക്കു പർവ്വതനിരയാണ് ഹിമാലയം. അടുത്ത ചോദ്യം, ഹിമാലയം, ആൽപ്സ്, ആൻഡീസ് എന്നിവ ഏത് തരം പർവ്വതനിരകൾക്ക് ഉദാഹരണമാണ്? ഹിമാലയം, ആൽപ്സ്, ആൻഡീസ് എന്നിവ മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണമാണ്. മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയം, ആൽപ്സ്, ആൻഡീസ് എന്നിവ. അടുത്ത ചോദ്യം, ഹിമാലയം ഏകദേശം എത്ര കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു? ഹിമാലയം ഏകദേശം എത്ര കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു? 2400 കിലോമീറ്റർ ആണ്. 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ഹിമാലയം. 2400 കിലോമീറ്റർ. മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ വലനം. മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് വലനം. മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് വലനം. ഹിമാലയൻ പർവ്വതനിരകളെ പ്രധാനമായും എത്ര ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു? ഹിമാലയൻ പർവ്വതനിരകളെ പ്രധാനമായിട്ട് എത്ര ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു? 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. 3 ഭാഗങ്ങൾ. ഉത്തരപർവ്വത മേഖലയുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരപർവ്വത മേഖലയുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിവ ഉത്തരപർവ്വത മേഖലയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ പർവ്വതനിരകൾ. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഹിമാദ്രിയാണ്. ഹിമാദ്രി. ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയമാണ് ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്ന 3 സമാന്തര പർവ്വതനിരകൾ ഏതെല്ലാം? ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന 3 സമാന്തര പർവ്വതനിരകൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന നിര. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് സിവാലിക്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സിവാലിക്. ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര. ലെസർ ഹിമാലയം. ലെസർ ഹിമാലയം
ഹിമാചലാണ്. ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചൽ. ഹിമാദ്രി നിരയുടെ ശരാശരി ഉയരം എത്രയാണ്? ഹിമാദ്രി നിരയുടെ ശരാശരി ഉയരം 6100 മീറ്ററിലധികമാണ്. 6100 മീറ്ററിലധികമാണ് ഹിമാദ്രി നിരയുടെ ശരാശരി ഉയരം. 6100 മീറ്ററിൽ അധികം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം? ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഭൗമശിലാപാളികളുടെ ചലനം. ഭൗമശിലാപാളികളുടെ ചലനമാണ് ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം. ഭൗമശിലാപാളികളുടെ ചലനം. ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗം. ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഓപ്ഷൻ സി ആണ് ഉത്തരം, അസ്തനോസ്ഫിയർ. ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗം അറിയപ്പെടുന്നത് അസ്തനോസ്ഫിയർ എന്നാണ്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗിരികന്ധരങ്ങൾ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾ അറിയപ്പെടുന്നത് ഗിരികന്ധരങ്ങൾ. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ട് ഒരു ചോദ്യമുണ്ട്. മൗണ്ട് കേറ്റു അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. മൗണ്ട് കേറ്റു അറിയപ്പെടുന്ന മറ്റൊരു പേര്. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു നദിയും കാളി നദിയുമാണ് പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ സിന്ധു നദി, കാളി നദി. സിന്ധു നദി, കാളി നദി. ഏത് ഹിമാലയമാണ്? പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് സിന്ധു നദിയും കാളി നദിയും. അടുത്തത് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത് കാളി, ടിസ്റ്റ എന്ന നദികളാണ് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. കാളി നദിയും ടിസ്റ്റ നദിയുമാണ് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. അടുത്തത് കിഴക്കൻ ഹിമാലയമാണ്. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? കിഴക്കൻ ഹിമാലയം ടിസ്റ്റ നദിയും ബ്രഹ്മപുത്ര നദിയുമാണ്. ടിസ്റ്റ നദി, ബ്രഹ്മപുത്ര നദി. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു നദി, കാളി നദി. മധ്യ ഹിമാലയോ? കാളി നദി, ടിസ്റ്റ നദി. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് ടിസ്റ്റ നദി, ബ്രഹ്മപുത്ര. അടുത്തത് ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് തരം ഫലകസീമയിലാണ്? ഏത് തരം ഫലകസീമയിലാണ് ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത്? ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത് സംയോജക സീമയിലാണ്. ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത് സംയോജക സീമയിലാണ്. സംയോജക സീമ. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ബനിഹാൽ ചുരമാണ്. ബനിഹാൽ ചുരം ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ബനിഹാൽ ചുരം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിനാണ്. സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ലോകത്തിലെ ഒരേ ഒരു ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകത്തിലെ ഒരേ ഒരു ചലിക്കുന്ന ദേശീയോദ്യാനം, ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നത് കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനമാണ്. കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം. ലോകത്തിലെ ഒരേ ഒരു ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം.
ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചലിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബാരാലച്ല ചുരമാണ്. ബാരാലച്ല ചുരമാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ബാരാലച്ല ചുരം. കുളു താഴ്വരയെ ലാഹോൾ, സ്പിറ്റി എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കുളു താഴ്വരയെ ലാഹോൾ, സ്പിറ്റി എന്നിവയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം എന്താണ്? റോഹ്താങ് ചുരമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. റോഹ്താങ് ചുരം. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഇടയന്മാരുടെ കാലിക കുടിയേറ്റം അറിയപ്പെടുന്നത് ട്രാൻസ്ഹ്യൂമൻസ്. കാളി നദി മുതൽ ടിസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം. മധ്യ ഹിമാലയമാണ്. കാളി നദി മുതൽ ടിസ്റ്റ നദി വരെ മധ്യ ഹിമാലയം. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. നേപ്പാളിലാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. ബോംഡില ചുരമാണ്. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ദിഫു ആണ്. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നു ദിഫു. കേംബുൾ ലംജാവോ ദേശീയോദ്യാനം ഏത് തടാകത്തിലാണ്? ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ്. കേബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന തുരുത്തുകളാണ് പുംടി. അറിയപ്പെടുന്നത് പുംടി. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ബൊഗർച്ചു ഹിമാനിയിൽ നിന്നുമാണ് സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം. ഗംഗോത്രി അല്ലെങ്കിൽ ഗംഗോത്രിയിലെ ഗോമുഖിൽ നിന്നുമാണ് ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം. ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം. ഹിമാനി. കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരേവ മണ്ണാണ്. കരേവ മണ്ണ്. ദച്ചിങ്ങാൻ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ്? ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. കാഞ്ചൻജംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? കാഞ്ചൻജംഗ സിക്കിമിലാണ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് സിക്കിം. ഹെമീസ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ദേശീയോദ്യാനം ലഡാക്കിലാണ്. അപ്പോൾ ഓരോ ദേശീയോദ്യാനങ്ങളും ഏത് സംസ്ഥാനത്താണ് എന്നത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. ദിബ്രു സൈഖോവ ദേശീയോദ്യാനം ആസാമിലാണ്. സ്ഥിതി ചെയ്യുന്നത് ആസാം. പൂക്കളുടെ താഴ്വര എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. കാസിരംഗ, മാനസ് ദേശീയോദ്യാനങ്ങൾ എവിടെയാണ്? മാനസ് എന്നീ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. മാനസ് ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാം. ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിയ വർഷം. എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിയത് 1953 1953 ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിയത്.
രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. കേബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കേബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂർ. കേബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂർ. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഭൂപ്രകൃതി. 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇന്ത്യയെ 5 പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, ഉപദ്വീപീയ പീഠഭൂമി എന്നത് ഇന്ത്യയുടെ ഒരു പ്രധാന ഭൂപ്രകൃതി വിഭാഗമാണ്. ഇന്ത്യൻ മരുഭൂമി എന്നത് 10ാമത്തെ ഭൂപ്രകൃതി വിഭാഗമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ എന്താണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവന ശരിയാണ്. ഇന്ത്യയെ 5 പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമി എന്നത് ഇന്ത്യയുടെ ഒരു പ്രധാന ഭൂപ്രകൃതി വിഭാഗമാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ഏതൊക്കെയാണ് 5 ഭൂപ്രകൃതി വിഭാഗങ്ങൾ? ഉത്തര പർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 തിരിച്ചിരിക്കുന്നവ ഉത്തര പർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. തന്നിരിക്കുന്നു, പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാളി നദിക്കും ടിസ്റ്റ നദിക്കും ഇടയിലുള്ള ഭാഗമാണ് മധ്യ ഹിമാലയം. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 പ്രസ്താവനകൾ ശരിയാണ്. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാളി നദിക്കും ടിസ്റ്റ നദിക്കും ഇടയിലുള്ള ഭാഗമാണ് മധ്യ ഹിമാലയം. 2 പ്രസ്താവനകളും ശരിയാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. കേബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്താക് തടാകത്തിലാണ്. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ലോക്താക് തടാകം. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 എന്നിവ ശരിയാണ്. കേബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്താക് തടാകത്തിലാണ്. ശരിയാണ്. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ലോക്താക് തടാകം. ശരിയാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്താക് തടാകമാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്താക് തടാകം. മണിപ്പൂരിലെ ലോക്താക് തടാകത്തിൽ കാണപ്പെടുന്ന സസ്യങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തരം തുരുത്തുക്കൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മണിപ്പൂരിലെ ലോക്താക് തടാകത്തിൽ കാണപ്പെടുന്ന സസ്യങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തരം തുരുത്തുകൾ അറിയപ്പെടുന്നത് പുംഡി എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പുംഡി. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗർച്ചു ഹിമാനിയിൽ നിന്നുമാണ്. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നുമാണ്. ദിബാങ്, ലോഹിത്, മാനസ് എന്നിവ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം ശരി. 3 പ്രസ്താവനകളും ശരിയാണ്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗർച്ചു ഹിമാനിയിൽ നിന്നുമാണ്. ശരിയാണ്. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്തത് കോസി നദിയാണ്. കിഴക്കൻ ഹിമാലയത്തിൽ ഉൾപ്പെടാത്തത് കോസി നദി.
ഗംഗാ നദിയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഗംഗാ നദിയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, ലോഹിത് ആണ്. ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ലോഹിത്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? പടിഞ്ഞാറൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദേശീയോദ്യാനമാണ് ദച്ചിങ്. മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന കേംബുൾ ലംജാവോ ദേശീയോദ്യാനം കിഴക്കൻ ഹിമാലയൻ നദീവ്യൂഹത്തിലോ പ്രദേശത്തിലോ ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ സി 1, 2 എന്നിവ ശരി. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദേശീയോദ്യാനമാണ് ദച്ചിങ്ഹാം. മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന കേംബുൾ ലംജാവോ ദേശീയോദ്യാനം കിഴക്കൻ ഹിമാലയ നദീവ്യൂഹത്തിലോ പ്രദേശത്തോ കാണപ്പെടുന്ന ഒന്നാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? വി രൂപ താഴ്വരകളിൽ വശങ്ങളിലെ അപരദനം മൂലം നദിയുടെ വീതിയും അടിത്തട്ടിലെ അപരദനം മൂലം നദിയുടെ ആഴവും വർദ്ധിക്കുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരത്തോട് സാദൃശ്യമുള്ളതിനാലാണ് ഈ താഴ്വരകൾക്ക് ആ പേര് ലഭിച്ചത്. ശരിയായവ ഏത് എന്നതാണ് ചോദ്യം. ശരിയായവ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 പ്രസ്താവന 1, 2 ശരിയാണ്. ബി രൂപ താഴ്വരകളിൽ വശങ്ങളിലെ അപരദനം മൂലം നദിയുടെ വീതിയും അടിത്തട്ടിലെ അപരദനം മൂലം നദിയുടെ ആഴവും വർദ്ധിക്കുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരത്തോട് സാദൃശ്യമുള്ളതിനാലാണ് ഈ താഴ്വരകൾക്ക് ആ പേര് ലഭിച്ചത്. അടുത്ത ചോദ്യം, നഞ്ചപർവയെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? നഞ്ചപർവ കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടിയാണ് നഞ്ചപർവ. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടി നഞ്ചപർവ. നഞ്ചപർവയുടെ ഉയരം 7756 മീറ്റർ ആണ്. 7756 മീറ്റർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1, 2 എന്നിവ ശരി. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടി നഞ്ചപർവയാണ്. നഞ്ചപർവയുടെ ഉയരം 7756 മീറ്റർ ആണ്. ഹിമാലയൻ പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന പുൽമേടുകളെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. കാശ്മീർ ഹിമാലയത്തിൽ ഇത്തരം പുൽമേടുകൾ മാർഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ഇത്തരം വേനൽക്കാല പുൽമേടുകൾ മോർഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി 1, 2 എന്നിവ ശരി. അവസാനത്തെ ചോദ്യം, 2 പട്ടിക തന്നിരിക്കുന്നു. പട്ടിക 1 അതിരുകൾ, പട്ടിക 2 പ്രത്യേകതകൾ തന്നിരിക്കുന്നു. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. സംയോജക സീമ പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. വിയോജക സീമ പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോകുന്നു. ഛേദക സീമ പ്ലേറ്റുകൾ സമാന്തരമായി ഉരസി നീങ്ങുന്നു. സംയോജക സീമ പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. വിയോജക സീമ പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോകുന്നു. ഛേദക സീമ പ്ലേറ്റുകൾ സമാന്തരമായി ഉരസി നീങ്ങുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷയ്ക്കും വരാറുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.